ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുന്ദരമായിട്ടിരിക്കണം. ഇന്ന് എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ഡേ ആണ്. യെസ്, 11th December മൈ ബർത്ത്ഡേ. കാര്യം 38 വയസ്സായെങ്കിലും ബർത്ത്ഡേ വരുമ്പോൾ ആവേശം ഒരല്പം കൂടുതലാണ്. അയ്യോ, സെൽഫി അല്ല, വീഡിയോ ആണ് കേട്ടോ. പിന്നെ ബർത്ത്ഡേ ആയിട്ട് കിട്ടുന്ന എന്താ പറയാനുള്ളത്? അപ്പോൾ നമ്മൾ ഗൈസിനോട് പറയട്ടെ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും, എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും എന്താ നെഞ്ചക്കുഴിയാണ്. അപ്പോൾ ഗൈസ്, കുട്ടൻ പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും കുട്ടൻ എനിക്ക് സാധിച്ചു തരും. ഇറ്റ്സ് എ യെസ് അല്ലേ? അപ്പൊ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് കുട്ടൻ പറഞ്ഞേക്കണത് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും കുട്ടൻ യെസ് പറയും. അല്ല കേട്ടാ, ഞാൻ വീണ്ടും ഉറപ്പിക്കാതെ ഞാൻ പിന്നെയും ചോദിക്കണം അല്ലേ? നീ എന്നെ ഇളക്കണ്ട. മറ്റേ ഡയലോഗ് എന്താണ്? നീ ചട്ട് കളക്കാൻ മതിന്നോ അങ്ങനെ എന്താ പറയില്ലേ? എന്നെ ഇളക്കണ്ട, മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് ഞാൻ പറയണതാണ്. അപ്പൊ കുട്ടൻ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു, പുട്ടും കടലേ. അപ്പൊ ഞാൻ പറഞ്ഞില്ല കേട്ടോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്ത് പോകാൻ. കുട്ടൻ യെസ് പറയാം. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാത്തുവിനെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോവും. എന്നിട്ട് പിന്നെ തിരിച്ചു വരും. പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല അല്ലേ? അത് തിരിച്ചു വരും കഴിച്ച്. അപ്പൊ കുട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് കുട്ടനൊരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ. ഓക്കെ, എൻ്റെ ഇയർ ഓഫ് ബർത്ത് എന്താ? അതൊക്കെ അറിയാലേ. എൻ്റെ നക്ഷത്രം, നമ്മളെ കല്യാണം കഴിഞ്ഞ ഡേറ്റ്, കള്ള നീ ആലോചിക്കല്ലേ ആ സമയം കൊണ്ട്. ഏപ്രിൽ 2 കൊല്ലം 2016. ഓക്കെ. അപ്പോൾ ഗൈസ്, എനിക്ക് ഇന്നലെ രാത്രി ശരണ്യയും ഗാജിറ്റയും ഒക്കെ വന്ന് സർപ്രൈസ് ചെയ്തു. പിന്നെ പാത്തും അച്ഛനും കൂടി കുട്ടനും കൂടി എനിക്ക് ചെറിയൊരു സർപ്രൈസ് തന്നു. അപ്പോൾ അങ്ങനെ 2 സർപ്രൈസ് ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വരൂ. അപ്പോഴത്തേക്കും ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. Happy birthday to you. Happy birthday, dear Sunny.
നീ എല്ലാരെയും ഞെട്ടിക്കണം. നീ എനിക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടണം. ഗായുവിന് പോലും നീ ഇടാം. കുട്ടൻ ഗായുവിന് വേണ്ടി പാടിയില്ലേ ചിറ്റ ചിറ്റ ആ സാധനം. വെങ്കു നീ എനിക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടണം. അങ്ങനെ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണെങ്കിലും വെങ്കു വാക്ക് പാലിച്ചു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അമ്മ മിഡ് നൈറ്റിൽ ഉറങ്ങുക. ഞാനും അച്ഛനും സർപ്രൈസ് കഴിക്കാൻ പോവുക. നൈറ്റ് സർപ്രൈസ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇനിപ്പിച്ച് കൊടുക്കാം. എന്തിനാ ഞാൻ ഇത്രയും പത്തൊക്കെ പറയാനെന്നറിയോ? ബിക്കോസ് അമ്മ ഉറങ്ങ പോവാ. ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാ. എന്തൊക്കെയാണെന്നറിയാ ഗിഫ്റ്റ്? ഒരു കേക്കും പിന്നെ റോസ്. അപ്പോൾ നമ്മളെത്തി ഒരു സ്മോൾ കേക്ക് വാങ്ങിക്കാൻ പോവാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി the people who came to our birthday party ഓൾറെഡി കേക്ക് വാങ്ങിച്ചു. അപ്പം നമ്മളൊരു സ്മോൾ കേക്ക് വാങ്ങിക്കാം. അപ്പം ഗൈസ് നമ്മൾ ഫ്ലവറും ക്യാൻഡിലും കേക്കും മേടിച്ചു. ഇനി നമ്മൾ അമ്മേനെ എണീച്ചിട്ട് ഫ്ലവർ കൊടുക്കാൻ പോവാ. കേക്ക് പിന്നെ ക്യാൻഡിൽ വെച്ചിട്ട് കത്തിച്ച് കട്ട് ചെയ്ത് പോവാം. Come on guys. അപ്പോൾ guys, പോവാം. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. Thank you, Kanna. Thank you so much. എന്നാലും ഊതും. അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? ഒരു ഫോട്ടോ എടുത്താലോ ഇതിനു മുമ്പ്? പാത്തുനിന്ന് അടുത്തിരിക്കും. ലൈറ്റ് ഇട്. കട്ടിയായിരുന്നല്ല വായിലേക്ക് ഇട്ടാ. Mama can have a bite. Hey, it ain't a big face. No, that's it. Give it to me.
ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ഞാനും പാത്തു ആക്ച്വലി ഉറങ്ങിയതായിരുന്നു. പക്ഷെ ഈ കുരിപ്പ് എപ്പ എണീറ്റ് പോയിന്ന് എനിക്കറിയില്ല. ഞാൻ സ്കൂളിലൊന്നും പോണ്ടേ. നീ ഉറങ്ങിക്കോളൂ. ആ ഓൾറെഡി മിഡ് നൈറ്റ്. അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വസന്തഭവൻ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ പോണത് പാത്തുവിനെ പിക്ക് ചെയ്യാനാണ്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളപ്പോൾ പാത്തുവിനെ എടുത്തു സ്കൂളിൽ നിന്ന്. പാത്തുന്ന് കുറച്ച് ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്ത് ഇറങ്ങിയൊക്കെയാണ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കറങ്ങാനായിട്ട്. അല്ലേ പാത്തു? Today is my birthday. Yes. ഓക്കെ, നമുക്ക് നോക്കാലോ. അച്ഛാ ഇന്ന് എന്റെ ഇഷ്ടത്തിലുള്ള കടയിൽ പോവും, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും. ഡ്രസ് മാറ്റുണ്ടോ? പരിപാടി പൊളിക്കാനായിട്ടാണ് ഈ കുരിപ്പിനെ എടുത്തോണ്ട് വന്നത് സ്കൂളിൽ നിന്ന്. അങ്ങനെ മോളിൽ കയറി ഞങ്ങൾ ആദ്യം ചെന്ന് പെട്ടത് ഒരു പെർഫ്യൂം കടയിലായിരുന്നു. അപ്പോൾ പെർഫ്യൂം വാങ്ങണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഞാൻ. എന്തായാലും ഒരെണ്ണം ട്രൈ ചെയ്യണം എന്നുള്ള പുഷിലായിരുന്നു ആ ചേച്ചി. അപ്പോൾ ഞങ്ങൾ 1-2 പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് കുട്ടൻ വന്ന് പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. പിന്നെ അവരൊന്നും നോക്കിയില്ല, ഒരു സംഘഗാനം തന്നെ കാച്ചി. പാവങ്ങൾ ഇത്രയൊക്കെ പാടി എന്നെ സന്തോഷിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു പെർഫ്യൂം അങ്ങോട്ട് വാങ്ങി. അച്ഛാ എനിക്കിത് വേണം. യു കനോട്ട് സേ നോ. പറയൂ. ഹലോ ഇതെടുക്കട്ടെ. താങ്ക് യു സർ. The day? പറയൂ. Day was good. കുട്ടു പറഞ്ഞ പ്രോമിസ് ഒക്കെ കീപ്പ് ചെയ്തു. എല്ലാത്തിനും യെസ് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ സാധനങ്ങൾ വരെ കുട്ടു എനിക്ക് മേടിച്ചു തന്നു. സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു യു മിസ്റ്റർ ടു. പിന്നെ പിന്നെ പാത്തു ആയാലും അതെ, സ്കൂളിൽ നിന്ന് നേരെ വന്നു. ഇത്ര ടയേർഡായിട്ട് പോലും എനിക്ക് ഷോപ്പിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തു പാത്തു. അമ്മ ഇത് വാങ്ങിക്കൂ, അമ്മ അത് വാങ്ങിക്കൂ പറഞ്ഞിട്ട് കുറേ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞൊക്കെ ഇടയിൽ ഞാൻ പറഞ്ഞൊക്കെ വേണ്ട, പാത്തുവിന് വയ്യാണ്ടാവും, വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോഴും പാത്തു പറഞ്ഞു ഈ വേണ്ട അമ്മ വാങ്ങിച്ചോളൂ, അമ്മയുടെ ബർത്ത്ഡേ ആണ്, യു എൻജോയ് യുവർ ഡേ അങ്ങനെയൊക്കെ പറഞ്ഞ് പാത്തു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. താങ്ക് യു പാത്തു. സോ യാ, അപ്പോൾ ഈ കൊല്ലം ഇതേപോലെ ഈ ദിവസം പോലെ അടിപൊളിയായിരിക്കും എൻ്റെ ഈ കൊല്ലം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കണ്ണാടി അത് എനിക്ക് കരച്ചിൽ വന്നാലെന്ന് വെച്ചിട്ട് ഇമോഷണലായിട്ട്
അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പകരം വേണ്ടത് ചോദിക്കൂ, കിട്ടൂ. ഈ സ്നേഹം മാത്രം. ഞാൻ ഇത്തിരി സമാധാനം വേണം. പാത്തുന് എന്താ സ്നേഹം വേണ്ടത്? ഉണ്ടായ സമാധാനം ഉണ്ടാവുമല്ലോ. പാത്തുന് എന്താ വേണ്ടത് ആസ് എ റിട്ടേൺ ഗിഫ്റ്റ്? കടലീനാ മതി. കടലില് കടലീനാ മതി. കരള് ചെയ്താ മതി. കടൽ കടൽ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അത്രയ്ക്കുള്ളൂ ഗൈസ്, എനിക്ക് ചമ്മല് അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനൊരു പ്രചോദനം ഉണ്ടാവുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അറിയാൻ നീട്ടുണ്ടാവണം കേട്ടില്ലേ? ബൈ ബൈ. വാക്കെടുത്താൽ വാക്കത്തി, തോലെടുത്താൽ തോളാണി, തോക്കെടുത്തിട്ട് ഫുൾ ബ്ലോക്കാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ വിശ്രമവേളകൾ ആനന്ദകരമായിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോഗ് കാണിച്ചുതരാം നിങ്ങൾ. നമ്മൾ എല്ലാ കടക്കമൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴുകൂടി വീട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞ് 6 മണിയോടുകൂടി എൻ്റെ അടുത്ത സർപ്രൈസ് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. I was listening to a what? Video. Huh? No. Thanks. അപ്പോൾ എല്ലാ കൊല്ലവും എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ഗംഭീരമൊന്നല്ല കേട്ടോ. ഗംഭീരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സോ അല്ലെങ്കിൽ ഞാൻ എത്ര പൈസ ചിലവാക്കിയത് സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതിലല്ല. എനിക്ക് കിട്ടിയ നമ്പർ ഓഫ് മെസ്സേജസ്, അത് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, പേഴ്സണൽ മെസ്സേജ് ആയിക്കോട്ടെ, ഇപ്രാവശ്യം ഒരുപാട് മെസ്സേജസ് വന്നു. ഈ ആൾക്കാരെയൊക്കെ എനിക്ക് മുന്നേ പരിചയമുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ എന്തോ ഇപ്രാവശ്യം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അതേപോലെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ വന്ന് അവരുടെ ടൈം ആൻഡ് എഫേർട്ട് ഇട്ട് നമ്മളെ സർപ്രൈസ് ചെയ്യിച്ച് നമുക്ക് ആ ഒരു സന്തോഷം തരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മോർ ദൻ എനിക്ക് അവരെ പറ്റി പറയുന്നതിലും കൂടുതൽ ഐ ഫീൽ സോ ബ്ലെസ്ഡ്, ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. അതെ, അത് എനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും സന്തോഷമാണ് ഇപ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ. അത്രയും നല്ലതായിരുന്നു. ഈവൻ പാത്തു തൊട്ട് ഷീ വിസ് ലൈക്ക് അമ്മയ്ക്ക് അത് ചെയ്ത് കൊടുക്കണം. രാത്രി 12 മണിക്ക് അത് എണീറ്റ് കുട്ടൻ്റെ കൂടെ പോയി എനിക്ക് സർപ്രൈസ് പ്ലാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് എന്താ വേണ്ടത്. അപ്പോൾ എന്നെ വിഷ് ചെയ്തവർക്കും എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് സർപ്രൈസസ് തന്നവർക്കൊക്കെ ഞാനൊരു വലിയ താങ്ക് യു പറയാണ്. ആൻഡ് ഐ ബി ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ഓഫ് യു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ബർത്ത്ഡേസ് ഐ ഹാഡ്, സോ ഇറ്റ് വിൽ ബി ഓൾവേസ് സ്പെഷ്യൽ ഫോർ മീ.